ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉത്സവത്തിന് പോകുന്നുള്ളതാണ്. ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഇവക്കാണെങ്കിലോ ഫുള്ളി ഇങ്ങനെ നോട്ടവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ടൗൺ എത്താനാവുമ്പോൾ എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തീരെ ആൾ കുറവാണ്. രാത്രി ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ അവിടെ എത്തി. ഫുള്ള് ചന്തയായിരുന്നു, ആൾക്കാരും. ഇവളാണെങ്കിൽ എല്ലാം നോക്കുന്നുണ്ടായത്. പിന്നെ അമ്പലത്തിലേക്ക് നടന്നു. പിന്നെ ഈ ഒരു സംഭവം രാത്രി കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവളേത് അവിടെ കെടുത്തിയതായിരുന്നു. എൻ്റെ ബാഗിൻ്റെ സാധനമൊക്കെ ഇങ്ങനെ വലിക്കാൻ നോക്കുന്നുണ്ടായി. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ എൻ്റെ മാമീൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ കസിനും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കുറച്ച് കളിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അവളിങ്ങനെ മാന്താനും പിടിക്കാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ പാവമായതുകൊണ്ട് ഇവളൊന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല, ഇങ്ങനെ നോക്കുന്നുണ്ടായത് മാത്രം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെക്കനൊക്കെ എടുത്തു. ഒരു കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു, അതുകൊണ്ട് അവരൊക്കെ എടുത്തു. പിന്നെ നിത്തോണ്ണനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂട്ടി ലക്കി ഡ്രോക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കണ്ണേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവൾ ആദ്യം കുറച്ചൊരു സൈലൻ്റ് ആയെങ്കിലും പിന്നെ അവരിങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ ഒക്കെ നല്ല കളിയൊക്കെ ആയിരുന്നു. നല്ല ചിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫേസിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഗോപി കഴിക്കാൻ പോയി. ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ ഗോപി. പിന്നെ ഈ ഒരു പട്ടിക്കുട്ടിയെ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു. നല്ല രസമായിരുന്നു അതിങ്ങനെ തല ഇങ്ങനെ ആട്ടുന്നത് കാണാൻ. അപ്പോൾ ഇവളത് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. കൊച്ചിയിലുണ്ട് ഇവിടെ നോക്കി, ഇവിടെ നല്ല കൊച്ചിയിലുണ്ട് നോക്കി വെടി നോക്കി. എന്താ
അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരാളെത്തി. നല്ലോണം ലേറ്റായി ഇപ്രാവശ്യം വരുമ്പോൾ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അതാ ഇവക്കാണെങ്കിലോ ഉറക്കമൊന്നുമില്ല, നല്ലോണം ലേറ്റായിരുന്നു. കുറേ സമയം അവളിങ്ങനെ നല്ല ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവക്ക് വേണ്ടിയിട്ട് അമ്മയും പപ്പയും ഇതാ ടോയ് നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുള്ള സെയിം ടോയ്. പക്ഷെ അത് കിട്ടിയിട്ടില്ല, അത് വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണിത്. എവിടെ ഉത്സവം ഉണ്ടെങ്കിലും എനിക്കിത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളതാണ്. 3 കിലോമീറ്റർ ദൂരെയായിരുന്നു വണ്ടി വെച്ചത്. അപ്പോൾ അവിടേക്ക് നടക്കുമായിരുന്നു ഞാനും ഹസ്ബൻഡും. അമ്മയും കുഞ്ഞും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ പപ്പ അവരൊക്കെ അവിടെ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.